സാധാരണഗതിയിൽ വലിയ ക്രൗഡ് വരുന്ന ഏത് പ്രോഗ്രാം ആണെങ്കിലും അവിടെ പോലീസിൽ നിന്ന് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൈക്ക് സാങ്ഷൻ ഉൾപ്പെടെ എടുക്കണം. എത്ര പേര് പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം പോലീസിനെ അറിയിക്കണം. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫയർ എൻജിൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം സാങ്ഷൻ എടുക്കണം. ഓപ്പൺ ഏരിയ ആണെങ്കിൽ ആ ഫയർ എൻജിൻ കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരാനുള്ള വീഥി വിട്ടുകൊണ്ട് വേണം അവിടെ ക്രൗഡിനെ ക്രമീകരിക്കേണ്ടത്. അതുപോലെ താത്കാലികമായ എന്തെങ്കിലും നിർമ്മാണങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ GCDA ആണെങ്കിൽ അതിൻ്റെ എൻജിനീയറുടെ കയ്യിൽ നിന്ന് പ്രത്യേകം സാങ്ഷൻ എടുത്തിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ PWDയുടെ സാങ്ഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. ഇപ്പോൾ GCDA ആണെങ്കിലും ഒരു പരിപാടിക്ക് സാങ്ഷൻ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടായിരിക്കും സാങ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയലേഷൻ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞു, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട്, അതായത് സെക്ഷൻ 337, 338 IPC പുതിയ ഭാരതീയ ന്യായസംഹിത പ്രകാരം പോലീസ് തീർച്ചയായിട്ടും കേസെടുത്തിട്ടുണ്ടാവണം. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്കൊന്നും ഞാൻ അന്വേഷിച്ചു പോയിട്ടില്ല. എങ്കിലും അത്തരമൊരു ക്രിമിനൽ ആക്ടിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയമാണിപ്പോൾ. എന്തായാലും റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്ട് നടന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഒരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പബ്ലിക് ഹെൽത്ത് ആക്ട് ഉണ്ട് 2023 അത് കൂടാതെ പല ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണെങ്കിലും ഉണ്ട് ഗൈഡ് ലൈൻസ് പലതും കൊടുത്തിട്ടുണ്ട്. ആക്ട് പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് LSGDയുടെ അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത്രയും പ്രാഥമികമായിട്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാം എടുത്തതിന് ശേഷം അല്ലാതെ അപ്പോൾ ഭാഗികമായ കാര്യങ്ങൾ മാത്രം പോലീസിനെയോ ഫയർഫോഴ്സിനെയോ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പക്ഷേ സാധിച്ചു ഒന്നും വരില്ല. അർദ്ധസത്യങ്ങൾ മാത്രം അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ വിവരം അവരുടെ അടുത്ത് എത്തിയിട്ടില്ല എങ്കിൽ ഇത്തരം ആക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.